നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാമയ്ക്ക് ഇനി അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല മാമി. ഭാമയുടെ മോളെ വരെ ഭാമയെ കാണിക്കത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഇങ്ങനെ ഒരു കള്ളം പറയിപ്പിച്ചത്. നമുക്ക് പോയി അവക്കിട്ട് രണ്ടെണ്ണം കൊടുത്താലോ? വേണ്ട ഏട്ടത്തി, ഇതെല്ലാം കാണുന്ന ഒരാളും മുകളിലുണ്ടല്ലോ, അനുഭവിച്ചോളൂ. എല്ലാവരും അവസാനം പറയുന്ന വാക്കാ, ഒടുവിൽ അനുഭവിക്കുന്നതോ നമ്മൾ എല്ലാവരും. വല്യമ്മ, അബി വരട്ടെ. എന്തായാലും എപ്പോഴത്തെയും പോലെ ഞാനിനി അബിയുടെ അമ്മയെ വിശ്വസിക്കില്ല. അത്രമാത്രം വേദനയാ ഞാനിപ്പോ അനുഭവിച്ചത്. എന്തായാലും ഭാവന അവക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചത് നന്നായി. ദുഷ്ടത്തി. കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ദയയില്ലാത്ത ഇവളൊക്കെ രണ്ട് മക്കളെ എങ്ങനെ വളർത്തിയെന്നാ മനസ്സിലാവാത്തത്? ഏട്ടാ, അതിന് അവരുടെ രണ്ട് മക്കളും ഇവിടെ വന്ന് കേറിയതാ അവരുടെ ആദ്യത്തെ ദേഷ്യം. ഇതിപ്പോ നമ്മൾ ആരണ്ടോ മനഃപൂർവ്വം ചെയ്ത പോലെയാ. ആരാരെ കല്യാണം കഴിക്കണമെന്നൊക്കെ ദൈവം തീരുമാനിക്കും ഗായത്രി. അമ്പാലികയുടെ അഹങ്കാരവും നിന്നോടുള്ള അവഗണനയും കൊണ്ടാ അരുന്ധതിയും ദൈവം ഈ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടത്. അല്ല, ഭരത് സാറ് പിന്നെ വന്നില്ലേ? ഇല്ല മാമ, ട്രെയിനിങ്ങിന്റെ ഇടയിൽ കിട്ടിയ സമയത്ത് വന്നാ ഭാമയെ ചോദ്യം ചെയ്തിട്ട് പോയത്. ആ, ഇനിയിപ്പോ അവന് കുറച്ചിലൊന്നും വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. സമാധാനം ആവട്ടെ. വിളിച്ചു പറയാനൊന്നും പോകണ്ട, അവനല്ലാതെ അറിഞ്ഞാ മതി. അല്ലേലും സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനവൻ. അതൊക്കെ മാറും ഗായത്രി. ഇപ്പൊ ഈ കാണിക്കുന്ന ഒന്നും നീ കാര്യമാക്കണ്ട. അവന്റെ പ്രായത്തിലുള്ള ഓരോ ചെറുപ്പക്കാരെ കാണിച്ചു കൂട്ടുന്നതിന്റെ 10-ൽ1 അംശം പോലും അവൻ കാണിക്കുന്നില്ല. ഞാനവനെ ന്യായീകരിക്കുന്നല്ല, ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോ ഭാവനയുടെ കാര്യം എങ്ങനെയാ ഗായത്രി? ജയനിർമ്മല വെറുതെ ഇരിക്കില്ലല്ലോ. ഞങ്ങളും അത് തന്നെയാ പറയുന്ന ഏട്ടത്തി. എല്ലാം ദൈവം തമ്പുരാൻ വിധിക്കുന്ന പോലെ നടക്കട്ടെ. സൂര്യയോട് എന്തായാലും ജയനിർമ്മലയുടെ ഒരു നമ്പറും നടക്കില്ല. എന്തായാലും ഭാവനയോടൊന്ന് ശ്രദ്ധിച്ചോളാൻ പറ. അറിയാലോ, സൂര്യയുടെ മുറപ്പെണ്ണ് ആ മാനസ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇല്ല ഏട്ടാ, മാനസയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല. ആ, ഉണ്ടാവാതിരുന്നാ നല്ലത്. അതേ ഞങ്ങക്ക് പറയാനുള്ളൂ. ആ ഗായത്രി, ഞങ്ങളെന്താ ഇറങ്ങട്ടെ? ഇറങ്ങാം. ശരി ശരി മോളെ. ഇതെങ്ങോട്ടാ? ഞങ്ങള് ഭാവനയുടെ വീട് വരുന്ന പോയിട്ട് വെച്ച. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അല്ല, ഇത്തവണ ബിസിനസ് ടൂറിന് പോകുമ്പോ ഭാവനയെ കൂടി കൊണ്ടുവന്ന് കരുതി. എന്തായാലും നല്ല കാര്യടാ, ഭാവനയ്ക്ക് ഒരു ചേഞ്ച് ആവുമല്ലോ. ഭാവന വരാത്തോണ്ടല്ലേ അച്ഛ, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയേനെ. അമ്മയും മാനസയും കൂടി എവിടെയാ പോയച്ച? അമ്പലത്തിലേക്കെന്നാ എന്നോട് പറഞ്ഞേ. അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും കാണിക്കാനൊക്കെ പോയാ നമുക്ക് എന്ത് ചെയ്യാനാവോ അച്ഛ? ആത്മഹത്യയാണോ ഇതിനൊക്കെ പരിഹാരം? സത്യം പറഞ്ഞ ഞാൻ എന്താടാ പറയാ, ഇന്നലെ ഞാൻ വന്നപ്പോ നിന്റെ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. മാനസമോട് പറഞ്ഞതുകൊണ്ടാ ഞാനൊന്ന് ചോദിക്കാൻ പോകരുതേ. വേണ്ടച്ച, ഇനി ഈ കാര്യം ചോദിക്കാനൊന്നും പോണ്ട. ചോദിച്ചാ പിന്നെ അതാവും അടുത്ത പ്രശ്നം. ഭാമ ഇപ്പൊ സത്യം പറഞ്ഞതാണോ കുഴപ്പം? പറയാതിരുന്നെങ്കിലോ? അമ്മയുടെ പെരുമാറ്റത്തില് ഇതൊക്കെ ആരൊക്കെയോ മനഃപൂർവ്വം ചെയ്യുന്ന പോലെയാണ് അച്ഛ. അല്ലേലും പണ്ടേ നിന്റെ അമ്മയ്ക്ക് ഒരു കാര്യത്തിലും ക്ഷമയില്ലല്ലോ. ഇപ്പോ
ഇപ്പൊ ഉള്ള പ്രതീക്ഷ കൂടി നഷ്ടപ്പെട്ടെന്നുള്ള ചിന്തയിലായിരിക്കും. അതിനിപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ? സൗകര്യം പോലെ അച്ഛൻ തന്നെ അമ്മയെ ഒന്ന് ഉപദേശിക്കണം. അല്ലെങ്കിൽ അമ്മ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നവരോടെ പറയാൻ പറ്റും. സ്വന്തം ഏട്ടന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റായതുകൊണ്ടാ ഇതുവരെ ഭാവനയെ കുറ്റപ്പെടുത്താത്തത്. അല്ലായിരുന്നെങ്കിലേ ഇതിന് മുമ്പേ തന്നെ കുഞ്ഞുണ്ടാവത്തിന്റെ പേരില് ഭാവനയെ ഇവിടുന്ന് പുറത്താക്കിയാനെ. അവക്ക് അന്നൊന്നും വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം. ഇനി ഏതായാലും അതൊട്ട് മാറാനും പോകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാനോ വെച്ച ഇനിയിപ്പോ വീണ്ടും അടുത്താളെ തിരക്കിയായിരിക്കും നിന്റെ അമ്മയുടെ യാത്ര. ഇടം മനുഷ്യനായാലേ കുറെയൊക്കെ ചിന്തിക്കാനും കാര്യങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനും പഠിക്കണം. ഇതാണെങ്കിൽ ഓരോ ദിവസവും കൂടി കൂടി വരുന്നല്ലാതെ കുറയുന്നില്ല. അമ്മ ആരെ വേണമെങ്കിലും കണ്ടുപിടിക്കട്ടെ അച്ഛാ. നമുക്ക് തടസ്സമൊന്നും പറയാൻ പോണ്ട. അവസാനം വല്ല തലവേദന കേസിനെയും കൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ലക്ഷണങ്ങൾ കണ്ടിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാൻ തന്നെ സാധ്യത. ഈശ്വര, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമാവും. അച്ഛൻ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഇനി ആര് മുന്നോട്ട് വന്നാലും നമ്മളും കൂടി ഇടപെട്ട് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകൂ. അങ്കിളെ, വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പോയിട്ട് മോളെ. അങ്കിൾ ഇന്നലെ വന്നപ്പോ നല്ല ലേറ്റ് ആയല്ലേ? ആ അതെ മോളെ. ഞങ്ങളിങ്ങനെ അമ്മയുടെ കാര്യം പറയായിരുന്നു. ഭാമ ഈ വിവരം പറയാതിരുന്നെങ്കിലോ അങ്കിളെ? എങ്കിലത് ഭാവിയിൽ എല്ലാവർക്കും ദോഷം ചെയ്താനേ. പക്ഷേ അതൊന്നും ആന്റി ചിന്തിക്കുന്നില്ല. ഞാൻ അത് തന്നെ മോളെ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ. അവക്ക് അവള് വിചാരിക്കുന്ന കാര്യം നടക്കണം. അംബാലിക ആന്റിയാണ് അങ്കിൾ ഇതിനെല്ലാത്തിനും കാരണം. എന്തിനു വേണ്ടിയാണ് അവർ ഈ നാടകം കളിക്കാൻ ഭാമയെ പ്രേരിപ്പിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് എന്തൊക്കെയോ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഭാമ സത്യം പുറത്തു പറയുന്ന അവർ വിചാരിച്ചിരുന്നില്ല. സ്വന്തം മക്കളോടും മരുമക്കളോടും ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിനെ കുറിച്ച് എന്താ പറയാ? അങ്ങനെയാണെങ്കിൽ അമ്പാലിക ഇനിയും സൂക്ഷിക്കണം. അവരടുത്ത വഴി എന്താണെന്നുള്ളത് നോക്കാതിരിക്കില്ല. അഭിയോട് പോലും പറയരുതെന്ന് ഭാമയെ വിലക്കിയെന്നറിഞ്ഞപ്പോ അതിശയം തോന്നിയച്ച. അവരൊരു സ്ത്രീയാണോന്ന് പോലും തോന്നിപ്പോയി. ഇവരെ പോലുള്ളവരാണ് മോനെ സ്ത്രീവർഗത്തിന് തന്നെ നാണക്കേട്. പണ്ടുള്ളവർ പറയും ഇത്തരക്കാരെ കണി കാണാൻ പോലും പാടില്ലാന്ന്. ഭാമയും ഭരത്തും അവിടെ ആയി പോയതുകൊണ്ട് ഭാവനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി. അമ്പാലികയിനി പഠിക്കണമെങ്കിൽ സ്വന്തമായിട്ടൊരു അനുഭവം വരണം. എന്നാലേ മനുഷ്യൻ എന്താണെന്നും മനുഷ്യന്റെ വില എന്താണെന്നും അവർക്ക് മനസ്സിലാവും. മറ്റുള്ളവരുടെ നാശം കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഇതുപോലൊരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുക അങ്കിളെ. ഇവർക്കൊന്നും മടുപ്പും തോന്നുന്നില്ലേ? ചിലര് ഇങ്ങനെയാ മോളെ. ജന്മനാ കിട്ടുന്ന ശീലം ജീവിതാവസാനം വരെ കാണും. ഇതൊക്കെ പൂർവികരുടെ ശാപമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ലാളിക്കാനൊരു പേരക്കുട്ടി ഉണ്ടായിട്ടും മുത്തശ്ശി എന്ന സ്ഥാനം മറന്നിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പെരുമാറുമോ? ജയയാണെങ്കിൽ ഒരു പേരക്കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അമ്പാലിയാണെങ്കിൽ സ്വന്തം പേരക്കുട്ടി അവിടെ ഇല്ലാതാക്കാൻ നോക്കുന്നു. കലികാലം എന്നുള്ളത് എന്താ പറയാ? എന്തായാലും സമയം കളയണ്ട, നിങ്ങൾ പോയിട്ടോ. ശരി അങ്കിളെ, ആന്റി മാനസയും വരുമ്പോ പറഞ്ഞാൽ മതി.